ചില നക്ഷത്ര ജാതകർക്ക് സമയം തെളിയുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അവരുടെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും സംഭവിക്കുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം, ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും ഉറപ്പായ കാര്യമാണ്. ദുഃഖങ്ങളൊക്കെ മാറണം, സങ്കടങ്ങൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ധനവരവിലേക്കും ഇവർ എത്തണം. അങ്ങനെ ഇനിയുള്ള ജീവിതം സന്തോഷവും സമൃദ്ധിയും കൊണ്ട് സന്തോഷം അനുഭവിക്കണം. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് അതിന് കഴിയും. അവരുടെ രാശിപ്രകാരം ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കും. ദോഷങ്ങൾ അകറ്റാൻ ചില വഴിപാടുകൾ ഈ നക്ഷത്ര ജാതകർ ചെയ്യണം. അതിവരെ കൊണ്ടെത്തിക്കുന്നത് വലിയ നേട്ടത്തിലേക്കും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമായിരിക്കും. 2024 ശനി കുംഭൻ രാശിയിലായിരിക്കും. 2024 മെയ് മാസത്തിൽ വ്യാഴം മേടൻ രാശിയിലേക്കും അതിനുശേഷം ഇടവരാശിയിലേക്കും പ്രവേശിക്കും. രാഹുവും കേതുവും കന്നി രാശിയിൽ തുടരും. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നിവ രാശി മാറിക്കൊണ്ടേയിരിക്കും. 2024 ഇവർ കരുതിയിരിക്കണം ചില നക്ഷത്ര ജാതകർ. എന്നാൽ ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. കരുതിയിരിക്കേണ്ട നക്ഷത്ര ജാതകരും എന്നാൽ ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകരും. ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു. എന്നാൽ കുറച്ച് നക്ഷത്ര ജാതകർ അല്പം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട സമയം തന്നെയാണ്. ക്ഷേത്രദർശനവും വഴിപാടുകളും ഒക്കെ നടത്തി ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് തന്നെ പോകണം. കരുതിയിരിക്കേണ്ട നക്ഷത്ര ജാതകർ മറ്റാരുമല്ല, കർക്കിടകൻ രാശിയിലെ പുണർതം, പൂയം, ആയില്യം. ഇവർ അല്പം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട സമയമാണ്. ചില കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ ഇവർക്ക് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ചില കാര്യങ്ങൾ ഇവർക്ക് വളരെ പെട്ടെന്ന് നടന്നും തന്നെ കിട്ടും. വളരെയേറെ ശ്രദ്ധിക്കേണ്ട നക്ഷത്ര ജാതകർ ഇവർ തന്നെയാണ്. പുണർതവും പൂയവും ആയില്യവും 2024 അല്പം കരുതി തന്നെ ഇരിക്കണം. ചില ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവരെ പിന്തുടർന്നേക്കാം. എന്നാൽ ശരിയായ വഴിപാടുകളിലൂടെ, ശരിയായ ക്ഷേത്രദർശനങ്ങളിലൂടെ ഇവയൊക്കെ മാറ്റിയെടുക്കുവാൻ സാധ്യമാകും. ഏതായാലും പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്ര ജാതകർ 2024 അല്പം ശ്രദ്ധ പതിപ്പിക്കുക. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർക്കിടകൻ രാശിയിലെ പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്ര ജാതകർ കരുതി തന്നെ ഇരിക്കുക 2024. അടുത്ത നക്ഷത്ര ജാതകർ കരുതിയിരിക്കേണ്ടത് മകവും പൂരവും ഉത്രവുമാണ്. ഇവരും അല്പം ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ചില വഴിപാടുകൾ ഇവർ നടത്തണം. ആ വഴിപാടുകൾക്ക് ശക്തിയേറിയതാണ്. ആ വഴിപാടുകൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകർ 2024 കരുതി തന്നെ ഇരിക്കുക. അടുത്ത നക്ഷത്ര ജാതകർ കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ്. അവരും വളരെയേറെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരണം. എല്ലാ രീതിയിലും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരണം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവരൊക്കെയും. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും. പുണർതമായാലും പൂയമായാലും ആയില്യമായാലും മകമായാലും പൂരമായാലും ഉത്രമായാലും അതുപോലെ തന്നെ ഉത്രം, അത്തം, ചിത്തിര ഇവരൊക്കെ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ്. ഇനി സങ്കടങ്ങൾ അനുഭവിക്കരുത്. ഇനി ഒരുപാട് ധനധാന്യ സമൃദ്ധി വർദ്ധിക്കണം. വീട്ടിലെ വഴക്കുകൾ അവസാനിക്കണം. അതുപോലെ തന്നെ ജോലിക്കാര്യത്തിലൊക്കെ നല്ല ഉയർച്ച വന്നു ചേരണം. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം. അങ്ങനെ ഒരുപാട് നന്മയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും ചെയ്യേണ്ട ചില വഴിപാടുകളുണ്ട്. ആ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും 2024 ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെതും ആയിരിക്കും.
അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റു 3 നക്ഷത്ര ജാതകരാണ് കുംഭൻ രാശിയിലെ അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും. 2024 ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അല്പം കരുതി തന്നെ ഇരിക്കുക. ശത്രുക്കൾ നാനാഭാഗത്തു നിന്നും ഒളിയമ്പുകൾ ഇവർക്കു നേരെ എയ്യും. തനിക്ക് ജീവിതത്തിൽ ദോഷങ്ങളൊന്നും സംഭവിക്കരുത്, ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകണം എന്ന് കരുതി തന്നെ ഇരിക്കുക ഈ നക്ഷത്ര ജാതകർ. ശത്രുക്കളൊക്കെ ഉണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഭാഗ്യത്തിലേക്ക് പോകുന്ന നക്ഷത്ര ജാതകരുമുണ്ട്. ആ ഭാഗ്യത്തിലേക്ക് പോകുന്ന നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദേവീ ഭക്തരായ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും കർക്കിടകൻ രാശിയിലെ പുണർദം പൂയം ആയില്യവും, ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രവും, അതുപോലെ തന്നെ കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിരയും, ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടവും, കുംഭൻ രാശിയിലെ അവിട്ടം ചതയം പൂരുരുട്ടാതി എന്നീ നക്ഷത്രജാതകരും കമന്റ് ബോക്സിൽ അമ്മേ നാരായണ എന്നൊന്ന് എഴുതിയേക്കുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും. 2024 ഏറ്റവും അധികം ഗുണമനുഭവിക്കുന്ന 5 നക്ഷത്രജാതകർ. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ്. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും 2024 ഏറ്റവും അനുകൂലമായ സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും. ഒരു ചെറിയ ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിലും ഇവർക്ക് ലോട്ടറിയിലൂടെ ഒരുപാട് സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങളൊക്കെ വന്നു ചേരും. 2024 ഏറ്റവും അധികം ഭാഗ്യം അനുഭവിക്കുന്ന നക്ഷത്രജാതകരായിരിക്കും അശ്വതിയും ഭരണിയും കാർത്തികയും. നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരാൻ പോകുന്നു. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്നു. 2024 ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്ന മറ്റ് 2 നക്ഷത്ര ജാതകർ വിശാഖവും അനിഴവും ആയിരിക്കും. ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും. സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് സമൃദ്ധിയാണ് ഇവർക്ക് ഫലമായി ലഭിക്കുക. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ ഈ 5 നക്ഷത്ര ജാതകർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇനി സൗഭാഗ്യത്തിന്റെ സമയമാണ്. ജീവിതം വഴിമാറുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ദേവീ ക്ഷേത്ര ദർശനം നടത്തണം. ഞാൻ പറഞ്ഞിരുന്നു 2024 കരുതിയിരിക്കേണ്ട കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ച്. കരുതിയിരിക്കുക എന്ന അർത്ഥം നിങ്ങൾക്ക് വലിയ ആപത്തുകൾ സംഭവിക്കുന്നു എന്നതല്ല. അല്പം ശ്രദ്ധ ചെലുത്തുക. 2024 ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകേണ്ടവർ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ ചില വഴിപാടുകൾ നിങ്ങൾ നടത്തുക. വഴിപാടുകൾ ഇത് തന്നെയാണ്. ഒന്നാമത് ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. അത് മാസത്തിൽ ഒരു തവണ നിങ്ങളുടെ പക്ക നാളിൽ നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ദേവീ ക്ഷേത്ര ദർശനം നടത്തുക. ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറ്റി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും വരുവാൻ കാരണമാകും. ശത്രുശല്യങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ അവിടെ ബഗ്ലാമുഖി അർച്ചന നടത്തുക. അത് നിങ്ങളെ ഒരുപാട് മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കും. അടുത്തതായി ശിവക്ഷേത്രത്തിൽ പോകുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപാട് സൗഭാഗ്യങ്ങളാണ്, ഒരുപാട് നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും സൗഭാഗ്യമുണ്ട്, നേട്ടമുണ്ട്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരേണ്ട സമയമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. അതിനായി അല്പം സമയമൊക്കെ കണ്ടെത്തി മുന്നേറുക. നിങ്ങളുടെ മുന്നിൽ വലിയ സൗഭാഗ്യങ്ങൾ തുറക്കപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഇനി കഴിയും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ സമൃദ്ധിയുടെ സമയമാണ്, സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ജീവിതം മാറുന്ന സമയമാണ്. ഈശ്വര ചൈതന്യം ഏറ്റവും അധികം നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയമായിരിക്കും 2024. ഞാൻ പറഞ്ഞ ഈ നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. അങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് രക്ഷപ്പെടുവാൻ കഴിയുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർക്ക്. ദൈവാധീനം ഒരുപാടുണ്ട്.
ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുപാടുണ്ട്. അതുകൊണ്ട് ക്ഷേത്രദർശനമൊക്കെ നടത്തി മുന്നേറുക. ഭാഗ്യമാണ്, ഒരുപാട് നേട്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നന്ദി, നമസ്കാരം. ఏడుకొండలవాడ వెంకటరమణ గోవిందా.